ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് മോർ ഗ്രിഗോറിയോസ് കുടുംബ യൂണിറ്റിലാണ്. യൂണിറ്റിലെ പ്രിയപ്പെട്ട അറക്കക്കുടി AP യാക്കോബേട്ടൻ്റെ ഭവനത്തിലാണ്. ഈ യൂണിറ്റ് അംഗങ്ങൾ നമുക്ക് വേണ്ടി എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പോയി പരിശോധിക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ ചിന്തു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ ചിന്തു
പ്രിയമുള്ളവരെ, നമ്മൾ പുതിയൊരു ഗെയിമിലേക്ക് കടക്കുകയാണ്. മറ്റൊന്നുമില്ല, ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരങ്ങൾ പറയുക എന്നുള്ളതാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. പേരും വീട്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഉത്തരം പറയുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ചേച്ചി ചോദ്യങ്ങൾ ചോദിക്കും, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് ഈ അമ്മച്ചിയെ പരിചയപ്പെടാം. അമ്മച്ചിയുടെ പേര് ചോദിക്കാം. അമ്മച്ചിയുടെ പേര് പറഞ്ഞു. എൻ്റെ പേര് സൂസൻ വർഗീസ്, ചെമ്മല വീട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അമ്മച്ചിയോടാണ്. ഏറ്റവും കൂടി വന്നേക്കണതിൽ ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയാ. അമ്മച്ചിയോട് നമുക്ക് ചോദിച്ചു തുടങ്ങാം. പള്ളിയിൽ നമ്മൾ പോകാറില്ല എല്ലാ ഞായറാഴ്ചയും. പള്ളി പോകുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലും. ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലാമോ? ബഹുമതിപൂർവ്വം ഞാൻ എൻ്റെ ഭവനത്തെ ഉപയോഗിച്ച് എൻ്റെ നേർച്ചകൾ ഇന്ന് എനിക്ക് ഞാൻ കഴിക്കും. ഓക്കെ, നന്നായി. അമ്മച്ചിയുടെ പേര് പറഞ്ഞു. സുശ്രീ തോമസ്, നമ്മൾ വേദപുസ്തകം വായിക്കാൻ നേരത്ത് ആ വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ വേദപാഠത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണും, എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ഓക്കെ. അടുത്ത അമ്മച്ചിയെ പരിചയപ്പെടാം. അമ്മച്ചിയുടെ പേര് പറഞ്ഞോ. മേരി തോമസ്, വീട്ടുപേര് നടുക്കുടി. കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടാമോ? അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട് പഠിക്കോ? അല്ലാണ്ട് പാടിയാലും എന്നാ കുഴപ്പമില്ല, ഏത് പാട്ടേലും പാടി. യേശുവേ ഞാൻ ചാരത്തിരുന്ന തളരില്ല തളരാൻ അനുവദിക്കില്ല. യേശുവേ ഞാൻ നിന്റെ ചാരത്തിരുന്നാൽ. മറന്നുപോയി, സാരമില്ല. അമ്മച്ചിയുടെ പേര് പറഞ്ഞോ. മറിയാമ്മ ലാസർ. വീട്ടുപേര് പറഞ്ഞു. തൊമ്മൻകുടി. നമുക്ക് എല്ലാവർക്കും കുഞ്ഞുമാമാരുണ്ടല്ലേ, മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പേരക്കുട്ടികളെ കാണുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു താരാട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ട്. അങ്ങനൊരു പാട്ട് പാടാമോ? ആരാരോ അച്ഛൻ്റെ മോളാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ, ആയിരവല്ലി പൂവല്ലേ, മഞ്ഞുറങ്ങി മയിലുറങ്ങി പിച്ചിളങ്കാൽ പിച്ച വെച്ചു, കൊച്ചിളങ്കാൽ ഒച്ച വെച്ചു. അമ്മച്ചിയെ പരിചയപ്പെടാം. അമ്മച്ചിയുടെ പേര് പറഞ്ഞു. ലീലാമ്മ ഔസേപ്പ്, അറക്കിക്കുടി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉണ്ടായ ഏതാ കാര്യം എന്ന് പറയാമോ? എന്റെ മൂത്ത കുഞ്ഞുണ്ടായതാണ് ആദ്യമായിട്ട്. ഞാൻ അമ്മച്ചി ആദ്യമായിട്ട് അമ്മയായ സമയമാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. അടുത്ത അമ്മച്ചിയെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോ. കുഞ്ഞമ്മ യാക്കോബ്, ചെമ്മല. ഇന്ന് നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ദൈവത്തെ നേരിട്ട് കാണുകയാണ്. ദൈവത്തെ കാണുമ്പോൾ അമ്മച്ചി എന്താണ് ആദ്യമായിട്ട് ദൈവത്തോട് ആവശ്യപ്പെടാൻ പോണേ ഒരു ക്വസ്റ്റ്യൻ? ദൈവത്തോട് ഞാൻ പറയും എനിക്ക് സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം. ഇത്രയും നാള് സന്തോഷ സമാധാനമാകുമ്പോൾ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അമ്മച്ചിയുടെ പേര് പറഞ്ഞോ. മേരി പൗലോസ്, അറക്കിക്കുടി. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മുടെ പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞ് പെൺപിള്ളേരെ നമ്മൾ കല്യാണം കഴിച്ച് അയക്കണു, ആൺപിള്ളേരെ കെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതിൽ മക്കൾ കല്യാണം കഴിക്കാൻ പോകാൻ നേരത്ത് അമ്മ എന്ന നിലയിൽ അമ്മച്ചി കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും അവർക്ക്? ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം കാരണവന്മാരോടൊക്കെ സന്തോഷവും സമാധാനത്തോടുകൂടി പെരുമാറുകയും ജീവിക്കുകയും ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. പെൺമക്കൾക്ക്. ഇനി ആൺമക്കൾക്ക് എന്ത് ഉപദേശം കൊടുക്കും? ആൺമക്കൾക്ക് കെട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളെ നമ്മളെ നോക്കാൻ പ്രാപ്തരാക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം.
അടുത്തയാളെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോ. റീത്ത പത്രോസ് തൊമ്മൻകുടിയിൽ വീട്. തങ്കേച്ചിയോട് ചോദിച്ച ഒരു ചോദ്യം ചോദിക്കാം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ഒരു ആഗ്രഹം ഉണ്ടാവും. അതേതാണെന്ന് പറയാമോ? എന്ത് പറയാനാ, നടക്കാതെ തന്നെ മോന്റെ കല്യാണം നടക്കാനായിട്ട് ബുദ്ധിമുട്ടിരുന്നു. പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കൊച്ചു കൂടെ പഠിക്കുന്ന കൊച്ചു തന്നെ ഞാൻ വിളിച്ച് അങ്ങനെ ആ കല്യാണം നടന്നു. എല്ലാം ഭംഗിയായി നടത്തി തന്നു തമ്പുരാൻ. അതുകൊണ്ട് വലിയ സന്തോഷം. നല്ലൊരു മോളെ കിട്ടി, മരുമോളെ കിട്ടി. അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ. അടുത്ത അമ്മച്ചിയെ പരിചയപ്പെടാം നമുക്ക്. പേര് പറഞ്ഞോ. അറക്കിക്കുടി. ഇനി നമുക്ക് ഓണം, തിരുവോണമൊക്കെ വരാൻ പോവല്ലേ. അപ്പൊ ഓണത്തെ കുറിച്ചൊരു പാട്ട് പാടാമോ? മാവേലി നാടുവാണിയതും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമതത്തോടെ വസിക്കുന്ന ആർക്കൊന്നും ഇല്ലാതാനും. ഓക്കെ, പേര് പറഞ്ഞേ. ഒക്കെ പറഞ്ഞിട്ടില്ല. വീട്ടു പേര് പറഞ്ഞു. അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 81. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അപ്പച്ചനെ എവിടെ അമ്മച്ചിനെ കൊണ്ടുപോയേ? എതും കൊണ്ടുപോയില്ലേ? ഒരു സ്ഥലത്തും കൊണ്ടുപോയില്ല അപ്പച്ചനെ? ഒരു സിനിമ കാണിക്കാനോ പുറത്ത് ടൂറ് പോവോ ഒന്നും ചെയ്തില്ലേ? അല്ല, അന്ന് സിനിമയ്ക്ക് പോക്കുണ്ടായിരുന്നില്ല. ദേ അപ്പച്ചൻ എവിടെയും ചോദിക്കണ്ടേ ടൂറ് കൊണ്ടുപോയില്ലേ? അന്ന് സിനിമയ്ക്ക് പോക്കെങ്കിലും ഉണ്ടായിരുന്നു. ആ, കമ്പനിന്ന് ടൂർ കൊണ്ടുപോയി. എങ്ങടെ പോയേ? കൊറേ സ്ഥലങ്ങളിൽ പോയി. എന്നിട്ട് അമ്മച്ചിക്ക് ഓർമ്മ വന്നില്ല ആദ്യം ചോദിച്ചപ്പേ? സ്ഥലങ്ങളുടെ പേര് പറയാമോ? കൊടൈക്കനാൽ. ഊട്ടി പോയാ? കൊടൈക്കനാല്. അങ്ങനെ കുറെ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് പോകുന്നു. ഓക്കെ, പേര് പറഞ്ഞു. NM പത്രോസ്, നമ്മനാരി. ഓക്കെ, നമ്മള് എല്ലാവരുടെയും വീട് പണ്ട് നമ്മുടെ കാരണന്മാരായിട്ട് എല്ലാവരും കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കാർഷിക കുടുംബമായിരുന്നു നമ്മുടെയൊക്കെ. അപ്പോ ഇന്നും കൃഷി ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അത്രയും കൃഷി ചെയ്യില്ലെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കണേ? പണ്ടത്തെ കൃഷിയിൽ നിന്ന് ഇപ്പോഴത്തെ കൃഷിയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? കാരണന്മാരുടെ കാലത്ത് നെൽകൃഷി, വാഴകൃഷി, കപ്പകൃഷി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പലരും ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് വ്യക്തമായ രീതിയിൽ ഒരു വിളവെടുപ്പൊന്നും ആർക്കും കിട്ടുന്നില്ല. മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നതിന്റെ പകുതി പോലും ഇപ്പൊ കിട്ടണില്ല എന്ന് പറയാം. ഒന്ന്, കൃഷിയിൽ വരുന്നതിൽ കുറെ വിഷാംശങ്ങളും അതും ഇതൊക്കാം. പണ്ടത്തെ കൃഷി രീതി എങ്ങനെയായിരുന്നു? പണ്ടത്തെ നെൽകൃഷി നല്ല ഒന്നാന്തരം കൃഷികളായിരുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം. എന്തെല്ലാം ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്? കാള, ഞെഞ്ഞല്, നുകം, ഞവരി, അങ്ങനെല്ലാം നമ്മുടെ ഉപയോഗത്തിലുള്ള. അതൊന്നും കാണാനില്ല. പുതിയ ടെക്നിക്കായി. അതെ. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടി പാടാമോ? കൃഷിയായിട്ട് ഇപ്പൊ നമ്മൾ എന്നാ പാട്ട് പാടുക? അതിനേക്കാൾ ഉപരി നമ്മളിപ്പോ രാവിലെ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഉണർവ് എന്ന് നമുക്ക് കാണുന്നില്ലേ? ഒരു ഉണർവ്. രാവിലെ കുർബാനയ്ക്ക് ചെന്ന് തുടങ്ങുമ്പോ തന്നെ വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നൊരു പാട്ട് വരില്ലേ? ആ പാട്ട് വരുമ്പോ തന്നെ ഒരു ഉണർവ് വന്നു കഴിഞ്ഞു. അത് എനിക്കും കൂടെയുള്ള ഇടവേള വരുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു ഉണർവ്. നമ്മളിപ്പോ ഈ സംഘടിപ്പിച്ചു കൊണ്ടിരുന്നതും ഒരു ഉണർവാണ്. ആ ഉണർവ് എല്ലാവരിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛന്മാരൊക്കെ വേണ്ട, സഹവികാരി അച്ഛനൊക്കെ കൂടി വേണ്ട സഹായ സപ്പോർട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഇടവേക്ക് മൊത്തം ഒരു നന്മയായിരിക്കും, ഉണർവായിരിക്കും. അതാണ് ചിന്ത. പേര് പറഞ്ഞോ. നമ്മള് ഒരു ക്രിസ്തീയ ഗാനം പാടാമോ? പവനാത്മാവേ നീ വരേണമെൻ മനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിലാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു. പവനാത്മാവേ നീ വരേണമെൻ മനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിലാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ,
നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പേര് പറഞ്ഞു. ഇപ്പോ നമ്മള് വിവാഹശേഷം ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നിട്ടുണ്ടല്ലേ? ആ ജീവിത പങ്കാളിയെ കുറിച്ച് ഒരു 5 വാക്ക് പറയാമോ? 5 വാക്യം. വാക്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. കള്ളുടിക്കില്ല, വഴക്കൊന്നും കൂടില്ല, സ്നേഹത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കും. ഇന്ന് നമ്മള് ഇരിക്കുന്നത് അടുത്തായിട്ട് ഒരു ചേട്ടനും ചേച്ചിയും ഈ കുടുംബനാഥനും കുടുംബനാഥയാണ്. അവർ രണ്ടുപേരും കൂടി നമുക്ക് രാവിലെ പരിചയപ്പെടാം. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി നമുക്കായിട്ടൊരു പാട്ട് പാടി തരുന്നതായിരിക്കും. പേര് പറഞ്ഞു. രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിക്കും. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ആദ്യമായിട്ട് നമ്മള് മെഴുകുതിരി കത്തിക്കലാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളം കൊണ്ട് എത്ര മെഴുകുതിരി കത്തിക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. മത്സരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തിരകളെ ഒറ്റ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിച്ച് പ്രിയപ്പെട്ട മത്രോസായിട്ട് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ മത്സരം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു ഗെയിം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കള്ളപ്പവും അതുപോലെ തന്നെ ഇറച്ചിക്കറിയുമാണ് ഇവർ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വിഭവം. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷിക്കാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിട
ഉണർവ് 2025 മനോഹരമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയ വ്യക്തികളുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. മൂവാണ്ടൻ